നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഏകദേശം 240ഓളം പേജുകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇനി ഒരുപാട് പേജുകൾ വിവരങ്ങൾ വരാനുണ്ട്. എന്നാൽ അത് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തികളുടെ ഇൻഫർമേഷൻ ആയതുകൊണ്ട് അത് പുറത്തുവിടാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇരയോടൊപ്പമാണ്, വേട്ടക്കാരനോടൊപ്പം അല്ലെന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്നും നമ്മളോട് പ്രതികരിച്ചത്. എന്നാൽ ഈ ഒരു വേട്ടക്കാരെ ആരാണെന്നുള്ളത് പുറത്ത് പറയാൻ ഇപ്പോഴും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പൊതുജനത്തിന് ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ വെറുതെ ഇതിൽ സമയം കളഞ്ഞ് ഇതിൻ്റെ വാർത്തകളും കണ്ട് ഇരുന്നിട്ട് നമുക്ക് 2-3 ദിവസത്തെ വാർത്ത ഈ ഒരു കാര്യങ്ങൾ കേട്ടിരിക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിൽ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ ഇതിലുണ്ടായ കാര്യങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഹേമ കമ്മിറ്റി വളരെ വിശദമായി തെളിവുകളോട് കൂടിയൊക്കെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് ഒരുപാട് സിനിമക്കാർ അല്ലെങ്കിൽ ഇതിൽ ചോദിച്ചാൽ ഒരുപാട് നടിമാർ ഇതിൽ വലിയ കുഴപ്പം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഹാപ്പിയാണെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ആർക്കാണ് പ്രശ്നം? ആരുമില്ല. ഇതിൽ കൂടെ ഉണ്ടായിരുന്ന നടി തന്നെ പിന്നീട് പിൻവാങ്ങിയെന്നാണ് ഹേമ കമ്മിറ്റി തന്നെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുജനം വെറുതെ ഇതിൽ സമയം ചെലവഴിച്ച് നമ്മുടെ വിലയേറിയ സമയം കളയാതെ